നമസ്കാരം. ജീവിതം ആ വമ്പൻ മാറ്റത്തിനായി സാക്ഷ്യം വഹിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ശനിമാറ്റത്തിനെ കുറിച്ചാണ്. അതിന് മുന്നോടിയായി നാളെ, അതായത് മാർച്ച് 14, നാളെ മുതൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ജീവിത വഴിത്താരയിൽ ചില മുന്നേറ്റങ്ങൾ തുടങ്ങാൻ പോവുകയാണ് ചില നക്ഷത്രക്കാർക്ക്. ജീവിതത്തിലെ ഒരു പുതിയ സൂര്യോദയം നാളെ മുതൽ ഉണ്ടാകാൻ പോവുകയാണ്. കർമ്മമേഖല വിജയമുണ്ടാകുന്നതാണ്. ജീവിത സൗഭാഗ്യങ്ങളുടെ തുടക്കമാണ് നാളെ മുതൽ. നാളത്തെ സൂര്യോദയം നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത് വളരെ വലിയ നേട്ടങ്ങളും വളരെ വലിയ ഭാഗ്യങ്ങളുമാണ്. ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർ, അവർ മുജ്ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ പോലും അവരെ ബാധിച്ചിരുന്ന ദുരിതങ്ങൾ പോലും നാളെ മുതൽ വിട്ടൊഴിയാൻ പോവുകയാണ്. മുജ്ജന്മങ്ങളിൽ ബാധിച്ച, അതായത് കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങളെ ബാധിച്ച ബുദ്ധിമുട്ടുകൾ വിട്ടൊഴിയുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ എത്രത്തോളം ഭാഗ്യദായകമായൊരു മാറ്റത്തിനാണ് നാളത്തെ സൂര്യോദയം മുതൽ നിങ്ങൾ സാക്ഷിയാകാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതം മാറ്റമുണ്ടാകാനായി പോകുന്നത്. നാളെ മുതൽ നിങ്ങളൊരു പുതിയ മനുഷ്യരായി മാറാൻ പോവുകയാണ്. കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ചെയ്ത പാപങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ തന്നെ, നമുക്ക് ഈ ഒരു ജന്മം എടുത്താൽ തന്നെ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ പാപങ്ങൾക്ക് കൂടി പരിഹാരമായി പാപമുക്തി കൈവരിക്കാൻ പോവുകയാണ്, ശുദ്ധരാകാൻ പോവുകയാണ്. അങ്ങനെ ശുദ്ധരായി മാറുന്ന ഒരു സമയമാണ് നാളെ സൂര്യോദയം മുതൽ ആരംഭിക്കാൻ പോകുന്നത്. നേട്ടങ്ങൾ വർദ്ധിക്കും. ജീവിതത്തിലൊരു അഴിച്ചുപണി നടക്കാൻ പോവുകയാണ്. ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരും. ഈ അവസ്ഥയും മാറും എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആരംഭമാകാൻ പോകുന്നത് നേട്ടത്തിൻ്റെ സമയമാണ്. ദുരിതമോചനം, എന്തെല്ലാം ദുരിതങ്ങളുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കൊക്കെ ഒരു മോചനമുണ്ടാകും. ഐശ്വര്യം നിങ്ങളെ തേടിയെത്തും. നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിഷമമുക്തി ഉണ്ടാകുന്നതാണ്. വിഷമങ്ങൾക്കൊക്കെയും ഒരു പരിഹാരമുണ്ടാകുന്നതാണ്. നേട്ടങ്ങളൊക്കെയും ഉണ്ടാകും. നേട്ടങ്ങൾ പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നേട്ടങ്ങളെ നേടിയെടുക്കാൻ അവസരങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നതാണ്. അതായത് അവസരങ്ങളെ നമ്മൾ തേടിപ്പോയാൽ പോലും നമ്മൾക്കതിലൊരു പിടിവള്ളി കിട്ടാതെ, അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടാത്ത അവസ്ഥയുണ്ട്. നിങ്ങൾ ഇൻ്റർവ്യൂസിനൊക്കെ പോയാലും ആകെ ഒരു തഴയപ്പെടുന്ന അവസ്ഥ. നാളെ വിളിക്കാം, മറ്റന്നാൾ വിളിക്കാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ജോലിക്ക് വിളിക്കുന്നില്ല. കൂടെ ഉള്ളവരെല്ലാം ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾക്ക് സാധിക്കും. നമ്മളെക്കാൾ മാർക്ക് കുറഞ്ഞവർ, അല്ലെങ്കിൽ നമ്മളെക്കാൾ ഇത്തിരി കൂടി പിന്നോട്ടുള്ള ആളുകളെന്ന് തന്നെ പറയാം, അങ്ങനെയുള്ളവർക്ക് പോലും ജോലിയുണ്ട്, ഭാഗ്യമുണ്ട്. പക്ഷെ നമ്മൾക്ക് എന്തുകൊണ്ടത് കിട്ടുന്നില്ല എന്ന ചോദ്യം തലയ്ക്ക് കൈയും കൊടുത്ത് നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയ്ക്ക് ഇവിടെ നാളെ മുതൽ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. നാളെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. അല്പം ശുദ്ധജലം എടുക്കുക. അതിൽ കുറച്ച് 1-2 നുള്ള് മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്, ഇതും കൂടിയിട്ട് വീട്ടിനകത്തും അതുപോലെ പുറത്തുമൊക്കെ ഒന്ന് തളിക്കുക. അതല്പം മാവില കൊണ്ട് തളിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. ഇപ്പോൾ മാവില എടുക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് കൈ കൊണ്ട് മുക്കി ഒന്ന് കുടഞ്ഞാൽ മതിയാകും. അത് വീട്ടിൽ ആദ്യം ഭവനത്തിൽ തുടങ്ങണം. ഭവനത്തിൻ്റെ പൂജാമുറി, ഹോള്, കിച്ചൺ, അങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ ബെഡ്റൂം, അതെല്ലാം ചെയ്തതിന് ശേഷം വന്നിട്ട് വെളിയിലും കുടഞ്ഞ് ആ ബാക്കി വരുന്ന വെള്ളം എന്തെങ്കിലും തെങ്ങിൻ്റെ മൂട്ടിലോ എന്തെങ്കിലും ശുദ്ധമായൊരു മരത്തിൻ്റെ ചുവട്ടിലങ്ങ് ഒഴിച്ചിരുന്നാൽ മതി. നാളെ അതൊന്ന് ചെയ്തു നോക്കണം. നിങ്ങൾ ഈ പറയുന്ന നക്ഷത്രക്കാർ മാത്രമല്ല, ആർക്കും ചെയ്യാവുന്നതാണ്. വീട് ശുദ്ധമാവുന്നതിന് വളരെയേറെ സഹായിക്കും. ആ ഒരു നെഗറ്റീവ് ഊർജ്ജം നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നതിന് സഹായിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ കീടാണു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ പുറത്തു പോകും. അതുകൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ നെഗറ്റീവ് ഊർജ്ജത്തെ നമുക്ക് പുറന്തള്ളി ഭാഗ്യത്തിനെ വരവേൽക്കുന്നതിനായിട്ടുള്ള ചുവടുപടികൾ, ആദ്യത്തെ നമ്മളുടേതായിട്ടുള്ള പ്രാഥമിക കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രൈമറിയായി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായ നമ്മളൊരു കാര്യം, അതായത് നമ്മുടെ വീട്ടിലോട്ടൊരു ഗസ്റ്റ് വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഫുഡ്, അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ലേ. അല്ലാതെ ആരെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കളയില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ് നാളെ ഒരു ഐശ്വര്യം വരികയാണ്. അപ്പോൾ അതിന് മുന്നോടിയായി നമ്മളൊന്ന് മൂടിവിടും, ഒന്ന് ശുദ്ധി കലശം ചെയ്യുന്നു. അത്ര തന്നെ. ഈ ഒരു അല്പം വെള്ളം എടുക്കുക, 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക, 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് 2 കതുപ്പ്, അതായത് ഈ നമ്മുടെ മാവിലയും കൂടെ കൊണ്ടുവന്ന് അത് മുക്കി ഒന്ന് കുടയുക. അത്രയും മാത്രം ചെയ്താൽ മതി. ഒരു പ്രാരംഭഘട്ടമായിട്ടുള്ള ഒരു നടപടിയായിട്ട് ഇതിനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നാളെ മുതൽ ആ നേട്ടങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാരെക്കുറിച്ചൊന്ന് നോക്കാം. അവർക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർക്ക്
സ്വഭാവത്തിൽ ഒരു മാറ്റമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. സ്വഭാവത്തിൽ എന്ന് മാറ്റമെന്ന് ചോദിച്ചാൽ ഉൾവലിയൊക്കെ ഉണ്ടാകും, ആളുകളെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടാകും. ഞാൻ പറയുന്നത് ശരിയാണോ, മറ്റുള്ളവരെല്ലാം ശരി പറയുന്നു, ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റായി പോകുമോ, അല്ലെങ്കിൽ എനിക്ക് അത്ര അറിവുണ്ടോ എന്നൊക്കെയുള്ള ചില എന്താ എന്ന് പറയുന്നത് ഒരു ഉൾവലിച്ചിലുണ്ട്. നമ്മൾ പറയുന്നതെല്ലാം തെറ്റ്, അല്ലെങ്കിൽ മറ്റുള്ളവരാണ് ശരി, എനിക്കൊന്നും അറിയില്ല എന്നൊരു തോന്നൽ സ്വയം മനസ്സിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ തോന്നലുകൾ മാറി എന്നാലെല്ലാം സാധിക്കും, എനിക്കും കഴിയും, ഞാനും എല്ലാവരെയും പോലെയും 2 കൈയും 2 കാലും ഉള്ള വ്യക്തി തന്നെയാണ്, എനിക്ക് പ്രത്യേക അത് ചെയ്യാൻ സാധിക്കില്ല, ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നൊരവസ്ഥയൊന്നുമില്ല എന്നൊരു ധൈര്യം നിങ്ങളിലേക്ക് എത്താൻ പോകുന്നതാണ്. ഒരു ബോധം, ധർമ്മബോധം, എന്തൊക്കെ ധർമ്മങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, മുന്നോട്ട് എന്തൊക്കെയാണ് എന്നാൽ ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള ബോധം നാളെ മുതൽ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നതാണ്. ഉന്നതി ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസം കൊണ്ട് നേട്ടമുണ്ടാക്കാൻ കഴിയും. ആത്മീയ താല്പര്യം വർദ്ധിക്കും. ഒരു ചെറിയ മാറ്റമൊക്കെ നമ്മൾ എടുത്തു പറയാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചില ദൈവവിശ്വാസം ഇല്ലാതിരിക്കുന്ന ആളുകളോ, അല്ലെങ്കിൽ ദൈവത്തെ ഒരുപാട് വിളിച്ചിട്ട് കരകയറാൻ കഴിയുന്നില്ല എന്ന് വ്യസനിച്ചിരിക്കുന്ന ആളുകളോ പിന്നോട്ട് മാറും. ദൈവത്തെ ഇനി ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നാളെ മുതൽ തന്നെ ഒരു പ്രത്യേക ചൈതന്യം തോന്നുകയും ക്ഷേത്രത്തിലേക്ക് പോകാം, വീണ്ടും ഭഗവാനെ ആരാധിച്ചു തുടങ്ങാം എന്നൊരു ചിന്ത ഉണ്ടാകുന്നതാണ്. യാത്രകൾ ആവശ്യമായി വരുന്നതാണ്. ഗുരുജനങ്ങളുടെ പ്രീതി ഉണ്ടാകുന്നതാണ്. നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, അല്ലെങ്കിൽ നമ്മളെക്കാൾ തലമുതിർന്ന ആളുകളുടെയൊക്കെ ശാപങ്ങളോ, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെ നമ്മൾ ചെയ്തു പോയ എന്തെങ്കിലും തെറ്റുകളോ ഒക്കെ നമുക്കൊരു ദോഷമായി കിടന്നിരിക്കാം. അതിന് നാളൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. അതാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് തടസ്സമായി മാറുന്നത്. ഐശ്വര്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വിജയമുണ്ടാകുന്നതാണ്. വിശ്വാസം വർദ്ധിക്കും. എന്ത് വിശ്വാസം? സ്വന്തം ആയിട്ടുള്ള വിശ്വാസം, സ്വന്തം കഴിവിൽ വിശ്വാസം, സ്വന്തം നേട്ടങ്ങളിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ സ്വന്തമായി എല്ലാം സാധിക്കും എന്നൊരു വിശ്വാസം വർദ്ധിക്കുന്നതാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്കൊക്കെ വലിയൊരു പല നാടിന് വരെ അഭിമാനമാകുന്ന പല കാര്യങ്ങളും കണ്ടുപിടിക്കാനുള്ള ഒരു സമയം, ഒരു ഭാഗ്യം കൂടി തെളിയുന്നുണ്ട്. യാത്രകളൊക്കെയും ഫലവത്താവും. വിദേശ യാത്രയുടെ കാര്യം കൂടിയാണ് പറയുന്നത്. പിതാവിൽ നിന്ന് സന്തോഷ വർത്തമാനങ്ങൾ ശ്രവിക്കാനുള്ള, പിതാവിൻ്റെ സ്നേഹം കിട്ടാത്തവരാണെങ്കിൽ അത് ലഭിക്കാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകുന്നു. നേട്ടവും ഐശ്വര്യവുമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. അടുത്ത നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് ബുദ്ധിശക്തി ഉണർവുണ്ടാകുന്ന സമയമാണ്. അത് വിദ്യാർത്ഥികൾക്കായിരിക്കും അത് ശ്രേഷ്ഠമായ ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്നത്. നേട്ടമുണ്ടാകും. അതേപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് കച്ചവടത്തിൽ വിജയമുണ്ടാക്കാൻ സാധിക്കും, നേട്ടമുണ്ടാക്കാൻ സാധിക്കും. സന്താന യോഗം, സന്താനങ്ങൾ നിമിത്തം ഭാഗ്യം, സന്തോഷം ഇതൊക്കെയും വന്നു ചേരുന്ന സമയമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ടീച്ചേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല സമയമാണ്. അംഗീകാരങ്ങളൊക്കെ തേടിയെത്താൻ, അവർ പഠിപ്പിച്ച കുട്ടികൾ മുഖേന നല്ല വിജയം, ആ ടീച്ചർമാർക്കൂടെ അല്ലേ അത് സന്തോഷം. അങ്ങനെയുള്ള സന്തോഷത്തിനുള്ള സമയമാണ്. പല വഴികളിലൂടെ വിജയവും ധനവും വന്നു ചേരുന്ന സമയമാണ്. കലാകായിക രംഗത്ത് നേട്ടങ്ങൾ തേടിയെത്തും. മാനസിക സന്തോഷം വർദ്ധിക്കുകയും സമൃദ്ധി, ശോഭനമായ ഒരു ഭാവിക്ക് നാളെ മുതൽ നാന്ദി കുറിക്കുകയാണ്. അടുത്ത 3 നക്ഷത്രങ്ങൾ അവിട്ടം, ചതയം, പൂരുരുട്ടാതി. പെട്ടെന്നുള്ള പല മാറ്റങ്ങൾക്കും നാളെ മുതലുള്ള സുദിനം സാക്ഷ്യമാകാൻ പോവുകയാണ്. സാമ്പത്തിക മേഖലയിൽ ശോഭനമായൊരു മാറ്റം നിങ്ങൾക്ക് നാളെ മുതൽ പ്രത്യക്ഷമാകുന്നതാണ്. ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങൾ ഒക്കെയും മാറുന്നതാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിൽ നിന്നൊരു മോചനം ഉണ്ടാകുന്നതാണ്. ആയുസ് ദോഷമുണ്ടായിരുന്നു, ആ ദോഷം മാറുകയാണ്. ഇനി ആയുസ് ദോഷമുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ഒന്ന് തട്ടലോ മുട്ടലോ വന്നു കഴിഞ്ഞാൽ ഒഴിവോ മരിച്ചു പോകുമോ എന്നൊക്കെയുള്ള ആവലാതിയുടെ ആവശ്യങ്ങളൊന്നുമില്ല. ആയുസ് ദോഷങ്ങളൊന്നും തന്നെ നിങ്ങൾക്കില്ല. ചില സിദ്ധികൾ കൂടി കൈവരുന്നതാണ്. അത് നിങ്ങൾക്കത് മനസ്സിലാകും. ചില ദർശനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അത് ഭാവിയെ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു വ്യാകുലതയോടെ അല്ലെങ്കിൽ ആകുലതയോടെ കാണേണ്ടതായ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്നത് ഒരു ദർശനം നിങ്ങൾക്ക് ലഭിക്കും. അത് ചില ആളുകൾ മുഖേന ഒരു അഡ്വൈസായിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്വപ്നത്തിലായിരിക്കും. അത് എങ്ങനെയാണോ നിങ്ങളുടെ ഭാഗ്യം പോലെ അത് നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ്. ലോട്ടറി, ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിക്കാനും നിങ്ങൾക്ക് അതുവഴി ധനലാഭം, നേട്ടം ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അനവധി ഭാഗ്യാനുഭവങ്ങൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നേട്ടമാണ്, ഐശ്വര്യമാണ്. എപ്പോഴും പറയുന്ന കാര്യം വീണ്ടും പറയുന്നു, നേട്ടമാണ്, ഐശ്വര്യമാണ്, ഭാഗ്യമാണ്. ഞാൻ കയ്യും കെട്ടിയിരുന്നേക്ക്, ഇതൊക്കെ എന്നിലേക്ക് വരട്ടെ എന്നൊരു ചിന്തയിലിരിക്കുന്നവർക്കാണെങ്കിൽ ഇതൊന്നും വരാൻ പോകുന്നില്ല. പ്രാർത്ഥന അനിവാര്യമാണ്. രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന മാസത്തിലൊരിക്കലോ അടുത്തുള്ള ക്ഷേത്ര ദർശനം, സ്ഥലദൈവത്തെ ആണെങ്കിൽ ദേശദൈവത്തെയൊക്കെ കാണുക. അതേപോലെ തന്നെ പരമപ്രധാനമായി പറയുന്ന കുലദേവത, കുടുംബ പരദേവതയെ കാണുക, വണങ്ങുക.
എന്ത് ദോഷമുണ്ടെങ്കിലും അത് മാറുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്ന നല്ല സമയമാണ് നാളെ മുതൽ. അപ്പോൾ ഇതൊക്കെ എത്തുന്നതിനുള്ള തടസ്സങ്ങളെ ദേവതകൾ മാറ്റിത്തരികയും ചെയ്യുന്നതാണ്. പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. ഊണിലും ഉറക്കത്തിലും എപ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിച്ചിട്ടൊന്ന് കിടന്നു നോക്കി. ഒരു ദുഷ്ടശക്തിയും അത് മനുഷ്യനായിട്ടുള്ളതാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളായിട്ട് ആരെങ്കിലും ചെയ്യുന്നതാകട്ടെ ഒന്നും നിങ്ങളുടെ ശരീരത്തിൽ പോലും ഏൽക്കുന്നതായിരിക്കില്ല. അല്ലാത്ത പക്ഷം ഇതൊക്കെ ഏറ്റ് ശരീരവും മനസ്സും തകർന്ന് ആകെ ഡിമ്മായി ഡൗൺ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടും. അതിൽ നിന്ന് മോചനം പ്രാർത്ഥനയാണ്. ഏക ആശ്രയം പ്രാർത്ഥനയും ദൈവവും മാത്രമാണ്. 100 പേരുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഭഗവാന്റെ ഒരു അനുഗ്രഹം, ആ ചൈതന്യം, ആ ശക്തി, ആ പോസിറ്റിവിറ്റി നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പ്രാർത്ഥന അനിവാര്യമാണ്. ആ ഒരു ചിന്ത അനിവാര്യമായി കൊണ്ടു നടക്കണം. ഏതൊരു കാര്യത്തിനും വിജയം സുനിശ്ചിതമാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.